നീലുവേ നീലു ആ വാസേങ്ങ എന്ത് നീലുവേ നീലു മാ ദിവസേന നിങ്ങളെ എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കണ അമ്മ എന്താന്ന് ചോദിച്ചാൽ കേട്ടില്ലേ നീ പറഞ്ഞു കൊടുക്കാൻ വയ്യ പറഞ്ഞോടാ അങ്ങോട്ട്. എനിക്കൊന്നും പറയാനില്ല അങ്കിൾ വല്ലതും പറയാനുണ്ടെങ്കിൽ അത് പറ. നിനക്കൊന്നും പറയാനില്ല അല്ലടാ. ബസ്സിന് എന്താ പ്രശ്നം? എന്റെ കൂട്ടുകാരൻ പറഞ്ഞേ സദാ തോളി കേട്ടിട്ട് ഒരുത്ത ഇവിടെ ഉണ്ടല്ലോ, അവ ഇവിടെ ഇല്ലേ? ഇല്ല. അവ എവിടെ പോയി നീലു? ഉണ്ട്, അടുക്കളയിലും കാണും. ബാലുവേ അച്ഛേ ബാലുവേ അച്ഛാ അച്ചോ അച്ഛാ അച്ഛാണ്ടാ വാസങ്ങൾ വന്നേക്കണം. അടുക്കളയിൽ തന്നെ ഉണ്ടായിരുന്നാ? ഞാൻ ഇവിടെ കിടന്ന് ബഹളം വെച്ച് നീ കേട്ടില്ലടേ. എന്താ അടുക്കളക്കാരെ ഒളിച്ചിരുന്നാ? നീ എൻ്റെ കൂട്ടുകാരല്ലേ? നീ ഇവിടെ ആരെ വിളിച്ചത്? എന്നല്ലല്ലേ നീലുവിനെ വിളിച്ചത്. ഡേ ഇവ എന്തിനൂടെ കിടന്ന് ബഹളം ഉണ്ടാക്കണത്? നീയേ വളർത്തി പനപോലാക്കി വരണ്ടാ നിൽക്കുകയല്ലേ വഷളായി. അവൻ്റെ ചോദിച്ചാൽ എന്തിരുന്ന്? ഞാൻ അവനെ വഷളാക്കി തന്നെ വളർത്തത്. അത് ഇപ്പോഴത്തെ കാലഘട്ടം അങ്ങനെ ആയിപ്പോയി. അതുകൊണ്ട് അതനുസരിച്ചാണ് ഞാൻ പിള്ളേരെ വളർത്തുന്നത്. നിനക്കെന്താ എന്ത് പ്രശ്നം? എന്ത് ഡേ നീ ഇതിൽ ഇടപെടല്ലേ? ഇടപെടലെന്ന് പറഞ്ഞാൽ ഇടപെടല്ലേ? എന്ത് അതെന്ത്? എടാ ഞാൻ നിങ്ങളുടെ ഇരിപ്പോശ അങ്ങനല്ലേ? നീ വിടണ്ട. ഇരിപ്പോശൊക്കെ അവിടെ നിൽക്കട്ടെ. എന്തിനാ പ്രശ്നം കേശു? അമ്മ എന്നെ കാണുമ്പോൾ ഞങ്ങൾ ഭയങ്കര കുഴപ്പമാണ്. എന്നെ എന്തെങ്കിലും പറഞ്ഞില്ലേ പിടിക്കൂല. അതേപോലെ തന്നെ ഞാൻ ഇന്ന് വന്നോണ്ടിരിക്കുകയായിരുന്നു. എന്നെ പിടിച്ചെടുത്തിട്ട് പറയണ് ഡാ നീ കൈയും കണ്ണും കാണിച്ച് ആൾക്കാരെ വശത്താക്കാൻ മിടുക്കനാണെന്ന്. എന്നിട്ട് പറയണത് നീ അമ്പലത്തിൻ്റെ കുറ്റിക്കാടിൻ്റെ ഒക്കെ സൈഡിൽ നിന്ന് സംസാരിക്കണമെന്നും ഞാൻ അറിയുന്നില്ലെന്ന് നീ വിചാരിക്കണ്ടെന്നൊക്കെ. അപ്പൊ എനിക്ക് ദേഷ്യം വന്ന് എന്നിട്ട് എന്റെ കൈ കയറി പിടിച്ചെന്ന്. ഇതെന്തോന്ന് അങ്ങള്? നമ്മൾ ഇവിടെ വെച്ച് കാണുമ്പോ അങ്ങനെ ഒരു സ്വഭാവം, റോട്ടിൽ വെച്ച് കാണുമ്പോ വേറൊരു സ്വഭാവം. ഡേ നിനക്ക് വലിയ കുഴപ്പത്തിനല്ലടേ. എടാ എന്നോട് സ്വാതന്ത്ര്യം വെച്ച് എൻ്റെ പിള്ളേരെടുത്ത് അമിത സ്വാതന്ത്ര്യം എടുത്താണല്ലോ. അത് ഞാനോ പോകില്ല കേട്ടോ. നീ നീ വാങ്ങിക്കാൻ കിടക്കണല്ലോ ഇടി. ഇതുവരെ കൊണ്ട് ഇടിയെന്നല്ല നീ വാങ്ങിക്കാൻ പോണത്. എങ്ങോട്ടിരിക്കുന്നു? ഇടേ ഞാൻ അവൻ അവിടെ വെച്ച് കിടപ്പോൾ കുറച്ച് തമാശ പറഞ്ഞു. എന്തോ പറഞ്ഞു കൊടുത്തപ്പോൾ ഇടയ്ക്ക് പറഞ്ഞ് എന്തോ പിടിച്ചില്ല. അപ്പോൾ ഇവൻ ഇതാ പോകണമെന്ന് പറഞ്ഞ് പോയത്. നമ്മുടെ ക്യാഷ് ഒന്നും കയറി പിടിച്ചതും ഇവന് ദേഷ്യം വന്നിട്ട് യവ എന്നെ പിടിച്ചത് താഴെ വീണെൻ്റെ മണ്ട വളർന്നില്ലെന്നേ ഉള്ളൂ. കേശുവേ എന്താ ഇത്? അമ്മ ഞാൻ അത് ഇങ്ങനെ കൈ ഇങ്ങനെ കയറി പിടിച്ച് അപ്പൊ ഞാൻ ഇങ്ങനെ തള്ളിയതേ ഉള്ളൂ. കേശു ഭയങ്കര മോശമാണ്, മേടിക്കും എന്റെ കയ്യിൽ നിന്ന്. അത് ശരി, ഇപ്പൊ ഞാനായ കുറ്റക്കാര്. അല്ലാതെ വഴി കൂടെ പോയിക്കൊണ്ടിരുന്ന് എന്നെ വിളിച്ചെറിഞ്ഞ് എന്റെ കുറ്റവും പറഞ്ഞ് എന്റെ കയ്യിൽ കയറി പിടിച്ചിട്ട് അത് വിഷയമില്ല. അപ്പൊ ഞാൻ ചിരിച്ചോണ്ടിരിക്കണമായിരുന്നു ഇങ്ങനെ ഈ എന്ന് പറഞ്ഞിട്ട്. ഡേയ് മാപ്പോറാടാ. എടാ ഒരു ചോറ് പറയടാ. എടാ മാപ്പോറേ. ഡേ കേശു നീ മാപ്പൊന്നും പറയണ്ടടാ. ഡേയ് നിനക്കിത് വേണടാ. നീ എന്താ ഈ തരം കിട്ട് കമ്പനി അടിക്കുന്നത്? ഈ പിള്ളേർ എത്ര എന്നടാ? നിന്റെ തരത്തിന് പോയി സംസാരിക്കടാ. നിനക്ക് കിട്ടിയെങ്കിലേ കണക്കായി പോയി. എടേ പോടാ ഇറങ്ങി പോടാ ഉറ്റേന്ന് വെച്ചിട്ട് പോ. നിങ്ങളൊരു കാര്യം ചെയ്യും, ഇപ്പൊ തൽക്കാലത്തേക്ക് പോ. ഡേ തൽക്കാലത്തേക്ക് പോനാ. മോയ് റോഡ് വെച്ച് എന്നെ പിടിച്ചു തള്ളി. അച്ഛൻ വീട്ടിൽ നിറയെ പോകാൻ പറഞ്ഞു. സന്തോഷമായല്ല? എല്ലാവരും സന്തോഷമായില്ലേ? പക്ഷെ എനിക്ക് തൃപ്തിയായി. ഞങ്ങളെ ഒരു കാര്യം ഞാൻ പറയാം. ഇനി ഇതൊക്കെ അവസാനമായിട്ട് പറയണം. ഇനി ഈ വീടിനകത്ത് ഞാൻ കാല് കുത്തൂല. കുത്തൂല എന്ന് പറഞ്ഞാൽ കുത്തൂല. ബാസിയാണ് പറയണത്. ഇവർ റോഡ് വെച്ച് എന്നെ പിടിച്ചാണ് തള്ളിയിരിക്കുന്നത്. ഓർമ്മിച്ചോ? ബാസി ബാസി എന്താ ഇറങ്ങി പോടാ. പോ ഇറങ്ങി പോ. എടാ പഴയ കൊണ്ട് കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. എന്താടാ ബാസി? നിന്നെ ഞാൻ സപ്പോർട്ട് ചെയ്യണമെന്നാ? എടാ നിനക്ക് ഇത്രയ്ക്ക് വിവരമില്ലടാ. വളർന്നു വന്ന പിള്ളേർ ഇങ്ങനെ സംസാരിക്കണ്ടേ? സംസാരിക്കുമോ? ഇവർ നീ മാഞ്ചി കെട്ട്. എടാ ഞാനൊരു കാര്യം പറയാം. മേലെ നീ ഇതിനു വേണ്ടി എന്നെ വിളിക്കരുത്. എന്നെ ഫോണിൽ വിളിച്ചു പോരുത്. ഇതിനെപ്പറ്റി സംസാരിക്കുകയും ചെയ്യരുത്. കേട്ടല്ലേ? വൈ സംഭവം ബാസ്യങ്ങൾ വട്ടളക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്ന അച്ഛനെ അറിയാലോ. അത് പൊതുവെ അങ്ങനെയാണ്. പിന്നെ ക്യാഷുണ്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി കൂടുതലാണത്. പണ്ട് കേശു ബാസ്യങ്ങളുടെ തലയിൽ കല്ലെറിഞ്ഞ ഓർമ്മയുണ്ടോ? ബാക്കിലിട്ട്. എന്നിട്ട് ബാസ്യങ്ങളൊന്നും പറഞ്ഞില്ല. അച്ഛൻ സംഭവം ഇവൻ ബാസ്യങ്ങൾ പിടിച്ച് തള്ളിയെന്നുള്ളതാണ്. അതെന്തായാലും അത്ര ശരിയായ ഏർപ്പാടല്ല. നമ്മൾ ഇങ്ങനെ മിണ്ടാണ്ട് അവൻ സപ്പോർട്ടാവും. അച്ഛനൊന്ന് വിളിച്ച് ഉപദേശിക്കണം. നല്ല അച്ഛൻ. ഡേ അവനെ വിളി. എടാ കേശു നിന്റെ അച്ഛൻ വിളിക്കണം. അച്ഛൻ വിളിക്കണടാ. എന്തേട്ടാ അച്ഛൻ വിളിക്കണം. എന്ത് ചെയ്യാ? ഇങ്ങോട്ട് വാടാ. ഡേയ് ഈ ഭാഷയുടെ സംസാരം ഉണ്ടല്ലോ, അതെവിടെ പൊത്തുവും എവിടെ കൊള്ളും എനിക്ക് നന്നായിട്ട് അറിയാം. നീ അവനെ പിടിച്ചു കളിയാടാ. നീ ഭാഷയെ പിടിച്ചു കളിയാന്ന്. അതിന് അച്ഛാ അതായത് പറയടാ ഏതായത്? ചേട്ടൻ്റെ മനസ്സിലെന്തോന്ന് എനിക്ക് മനസ്സിലായി. എന്ത് ബാസ്യങ്ങളെ ഞാൻ പിടിച്ച് തള്ളിന്ന് ബാസ്യങ്ങൾ പറഞ്ഞത് ചേട്ടൻ ഇമോഷണലി അഫക്ട് ചെയ്തു. എനിക്ക് ഇമോഷണലി ഒന്നും അഫക്ട് ചെയ്യില്ല. നീ തള്ളിയില്ലെന്ന് അച്ഛനടുത്ത് പറ നീ. അച്ഛാ ഞാൻ പറയണ കേൾക്കണം. അതായത് ഞാനും ബാസ്യങ്ങൾ ഞാൻ നോർമലായിട്ട് റോഡിൽ കൂടെ നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ബാസ്യങ്ങൾ പിടിച്ചെടുത്ത് ഓരോ കാര്യങ്ങളും സംസാരിച്ച് അനാവശ്യമായിട്ടൊരു കാര്യം പറഞ്ഞ് എനിക്ക് പിടിച്ചില്ല. ഞാൻ തിരിച്ചു കിടന്നു. അപ്പോൾ ബാസ്യങ്ങൾ വിളിച്ചിട്ടാ നീ അവിടെ പോകണമെന്ന് ചോദിച്ചു.
അപ്പോൾ ഞാൻ പറഞ്ഞു ഭാസ്യങ്ങളായതുകൊണ്ട് ഞാൻ ഒന്നും പറയണില്ല, വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഇത്രയും പറഞ്ഞ് നിർത്തി. വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ നീ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചിട്ട് കൈ കയറി ഒറ്റ പിടുത്തം ഭയങ്കര മുറുക്കി പിടിച്ചെന്ന്. അപ്പം ഞാൻ ഒന്നിങ്ങനെ കുടഞ്ഞിട്ടൊരു തള്ളു പിടിച്ചു കൊടുത്തു. 1-1.5 അടി അങ്ങോട്ട് അപ്പുറം പോയി നിന്ന്. എത്ര അടി? 2-3 അടി അപ്പുറം പോയി നിന്ന്. അതിനാണ് ഈ തള്ളെന്ന് പറയണത്. അതെന്താ തള്ളല്ലേ? ആണ്ട്രാ എല്ലാം കൂടെ കയറി വന്നേക്കണ്. എന്തിനിപ്പോ എല്ലാവരും കൂടെ വന്നത്? ചേച്ചി കയറി പോയി. അവൻ ചീറ്റണ്ടാ ഡാ കുറച്ചൊന്ന് ഒതുക്കണ നീ. അമ്മ എനിക്ക് ദേഷ്യം വരും. ആ അച്ഛനെ പോലെ ചെറിയ ധാർമ്മിക രോഷമാണെന്ന് മാത്രം. ധാർമ്മിക രോഷം എന്ന് പറഞ്ഞാ കടയിൽ വാങ്ങിക്കാൻ കിട്ടുമോ? പാറു ഇപ്പൊ വാങ്ങും. ചേട്ടൻ എല്ലാവരും അടിക്കാൻ നിൽക്കുക. ചേട്ടൻ എന്ത് ഗുണ്ടയാ? ഇതിനെ ഞാൻ കാല് മടക്കി അടിച്ചു കൊടുക്കും കേട്ടാ. ഡേയ് നീ എന്തോന്ന് കാലുടക്കി അടിക്കൂ? ഇതിൻ്റെ 2 കാലുടക്കി വെട്ടി പീസായി കളയും. നീ എൻ്റെ പേരും പറഞ്ഞ കുറേ വിലസനല്ലേ? ഞാൻ ജീവിതത്തിൽ ആരെങ്കിലുമൊക്കെ ബഹുമാനിക്കാൻ പഠിക്കടാ. നീ വലിയ ചട്ടമ്പിയാ, അറിയാല്ലേ? അടിയും പിടിയും കൊല്ലും കോലാറ്റി കിടന്ന വലിയ ചട്ടമ്പി കുടുംബമാണ്. ഞാനും കുറേയൊക്കെ കളിച്ചിട്ടുണ്ട്. പക്ഷേ ഞാനിപ്പോൾ ഒതുങ്ങി. നീ ആയിട്ടത് പുറത്തെടുക്കണ കേട്ടാ. അല്പം ഒന്ന് ഒതുങ്ങ് കേട്ടാ. ആ ബഹുമാനം, അതും ഇവൻ ചേട്ടനെ വരെ കൈവക്കാൻ നടക്കൂലേ? എൻ്റെ അടുത്തൊന്നും തരി ബഹുമാനം പോലുമില്ല. എന്താ പ്രശ്നം എന്നറിയാമോ? അച്ഛൻ ഇവനെ ഇടയ്ക്കൊന്ന് അഴിച്ചു വിട്ട്, അതാണ് എല്ലാത്തിനും കാരണം. കുഴപ്പമില്ലടാ, നിന്നെ ഞാൻ അടക്കി നിർത്തിക്കോളാം. പറഞ്ഞ കേട്ടാ. നീ എന്നെ വെറുതെ പേര് കേൾപ്പിക്കോടെ. നീ കാരണം ഞാൻ നാടുമായിട്ട് വരുമോ? കണ്ടാ, ഇതുകൊണ്ടാണ് ഞാൻ ദേഷ്യപ്പെടുന്നത്. എന്താണ് നിനക്ക് ഇത്ര ദേഷ്യം? പറടാ. ദേഷ്യം അടങ്ങിക്കോട്ടെ നീ. ചെറുക്ക, എനിക്ക് നിന്നെ അടിച്ച് ഒതുക്കാൻ അറിയാത്തോണ്ടല്ല, ഞാൻ ഇവിടെ നിന്റെ പടി കൂടണല്ലേ. അതൊക്കെ ലോ ലെവലാണ് കേശുവേ. ശരിക്കും അങ്ങ് ഇറങ്ങിയാണ്ടല്ലോ ചവിട്ടിയാൻ കൂട്ടും. നീ എന്താണ് കയറി പോടാ. ഇവിടെ വാടാ. നീ എന്തിനാ അവിടെ ഇടിച്ചത്? എടാ നീ എന്തിനാ അവിടെ ഇടിച്ചെന്ന്? എടാ നീ എന്നെ ഇടിക്കുന്ന തുല്യമല്ലടാ. മനസ്സിൽ എന്നാടാ നീ കണ്ടത്? അച്ഛാ എന്തോന്ന് പറയണേ? എന്തൊക്കെ പറഞ്ഞടാ. നീയൊക്കെ വളർന്നു വരുന്നോടാ. പറപ്പിക്കടാ. വേണ്ട പാലും. ആ അച്ഛാ അതിന് ഭാസ്യങ്ങള്. എടാ ഭാഷയൊക്കെ വേണമെങ്കിൽ 2 കൂടെ, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ നിന്റെ ഉള്ളിൽ തീയാണ്, അതാ അണച്ചത് കേട്ടാ. അല്ലെങ്കിൽ വല്ലവൻ്റെ കൈ കൊണ്ട് ചാവുന്നു. പറ കണ്ടുമേന്ന്.